Welcome back to our science class. Today we will study the fourth chapter of standard 4, that is adaptations in plants growing in marshy region. Okay, and the adaptations in aquatic plants, and next is adaptations in insectivorous plants. Okay, first one is adaptations in plants growing in marshy region. Okay. A marshy region is always waterlogged. ഒരു മാർഷി റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് മാർഷി റീജിയൻ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ പ്ലാന്റ്സ് ടു ഗ്രോ ഇൻ സച്ച് റീജിയൻസ് ദാറ്റ് ഹാവ് എക്സസ് ഓഫ് വാട്ടർ. അവിടെ പ്ലാന്റ്സിന് നന്നായിട്ട് വളരാൻ പറ്റത്തില്ല. ഡ്യൂ ടു ദ എക്സസ് ഓഫ് വാട്ടർ, ഒരുപാട് വാട്ടർ ഉള്ള സ്ഥലത്ത് പ്ലാന്റ്സിന് വളരാൻ പറ്റത്തില്ല. മാർഷി സോയിൽ ഹാസ് ലോ ലെവൽ ഓഫ് ഓക്സിജൻ. അത് മാത്രമല്ല, മാർഷി സോയിലിൽ ഓക്സിജൻ്റെ ലെവൽ എന്ന് പറയുന്നത് കുറവാണ്. സോ if the roots are inside the soil, they will not able to breathe. ഈ സോയിലിനകത്തേക്ക് പോകുന്നത് കൊണ്ട് റൂട്ട്സിന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, മാൻഗ്രോവ്സ്. വാട്ട് ആർ മാൻഗ്രോവ്സ്? Can you see this? This is the picture of mangroves grow in marshy region. Mangroves എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ എന്ന് പറയും. Can you see this? This is mangroves. Okay. Mangroves grow in marshy or swampy regions. They have roots growing above the soil. അതായത് മാൻഗ്രോവ്സിൻ്റെ റൂട്ട്സ് എങ്ങനെയാണ്? Their roots growing above the soil. സോയിലിന് മുകളിലേക്കാണ് വളരുന്നത്. These roots take the air directly from the atmosphere. ഈ റൂട്ട്സ് അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നു. സോ ദീസ് റൂട്ട്സ് ആർ കോൾഡ് ബ്രീത്തിങ് റൂട്ട്സ്. വാട്ട് ആർ ബ്രീത്തിങ് റൂട്ട്സ്? The mangroves have roots growing above the soil. These roots take air directly from the atmosphere. So these roots are called breathing roots. Okay, breathing roots. Roots growing above the soil and they take air directly from the atmosphere. So these roots are called breathing roots. Okay. Next is adaptations in aquatic plants. Aquatic plants in the adaptations എന്തൊക്കെയാണെന്ന് നോക്കാം. Aquatic conditions are usually as follows. Aquatic conditions എന്തൊക്കെയാണ്? Plentiful water, ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ ഇനിയും പറയുന്ന കണ്ടീഷൻസ് ഒക്കെ സർവൈവ് ചെയ്താൽ മാത്രമേ അക്വാട്ടിക് പ്ലാന്റ്സിന് വളരാൻ പറ്റത്തുള്ളൂ. പ്ലെന്റിഫുൾ വാട്ടർ, ലെസ് സൺലൈറ്റ്, ലെസ് എയർ, സ്ട്രോങ് വാട്ടർ കറൻസ്. These are the conditions of aquatic plants. What are the conditions of aquatic plants? Plentiful water, less sunlight, less air, strong water currents. Okay, there are three kinds of aquatic plants. Aquatic plants are classified into three. They are floating plants, fixed plants, and underwater plants. Okay, the aquatic plants are mainly classified into three. They are floating plants, okay, fixed plants, and underwater plants. These are the three types of aquatic plants. Okay. First one is adaptations in floating plants. Floating plants are light and spongy. അതായത് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ലൈറ്റ് ആയിരിക്കും, കനം കുറഞ്ഞതായിരിക്കും, അതുപോലെ സ്പോഞ്ചി ആയിരിക്കും. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ദ പിക്ചർ ഓഫ് പ്ലാന്റ്സ് ലൈക്ക് വാട്ടർ ഹയാസിന്ത്, ഫ്ലോട്ട് ഇൻ വാട്ടർ. ദീസ് ആർ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്. ദേ ഹാവ് എയർ സ്പേസ് ഇൻ ദെയർ ലീവ്സ്. അതായത് ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിന് എയർ സ്പേസ് കാണും ലീവ്സിൽ, വിച്ച് ഹെൽപ്പ് ദം ഫ്ലോട്ട് ഇൻ വാട്ടർ. ഈ എയർ സ്പേസസ് ആണ് അതിന് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദ റൂട്ട്സ് ആർ നോട്ട് ഫിക്സഡ് ബട്ട് ഹാങ് ഇൻ വാട്ടർ. ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് ദേ ആർ നോട്ട് ഫിക്സഡ് ബട്ട് ഹാങ് ഇൻ വാട്ടർ. അത് വാട്ടറിൽ ഫിക്സ് ചെയ്തല്ല ഇരിക്കുന്നത്, ബട്ട് ഹാങ് ഇൻ വാട്ടർ. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് floating plants are duckweed and
water hyacinth. Floating aquatic plants in example ആണ് duckweed and water hyacinth. Can you see this? This is water hyacinth. Adaptations in fixed plants. Fixed aquatic plants. The plants have roots that are fixed to the bottom of the water body. അതായത് ഫിക്സഡ് അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എങ്ങനെയായിരിക്കും? അത് വാട്ടർ ബോഡിയിൽ ഫിക്സ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ദ പ്ലാന്റ്സ് ഹാവ് ലോങ് ഹോളോ സ്റ്റെം. പ്ലാന്റ്സിന് എങ്ങനെയുള്ള സ്റ്റെം ആയിരിക്കും ഉള്ളത്? ലോങ് ഹോളോ സ്റ്റെം. നിങ്ങൾ ഈ ലോട്ടസ് ഒക്കെ കണ്ടിട്ടില്ലേ? അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്? ലോങ് ആൻഡ് ഹോളോ സ്റ്റെം ദാറ്റ് റീച്ചസ് ദ സർഫസ് ഓഫ് ദ വാട്ടർ. The leaves are broad and light and float in water. Okay, leaves എങ്ങനെയുള്ളതാണ്? ലോട്ടസിൻ്റെ ഒക്കെ ലീവ്സ് ബ്രോഡാണ് ആൻഡ് ലൈറ്റ് ആൻഡ് ഫ്ലോട്ട് ഓൺ വാട്ടർ. ലൈറ്റ് ആണ്, ബ്രോഡാണ്, ദേ ആർ ഫ്ലോട്ട് ഓൺ വാട്ടർ. വെള്ളത്തിൽ നന്നായിട്ട് പൊങ്ങി കിടക്കും. ഓക്കെ, ദ ലീവ്സ് ആർ ബ്രോഡ്. Chlorophyll is present only on the upper surface of the leaves, so they are green in color and photosynthesis. Chlorophyll present ആണ്, so they are green in color and photosynthesis takes place in the leaves. Okay, the leaves are coated with a wax-like substance so that they do not root in water. അതായത് ഈ ഫിക്സഡ് അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ ലീവ്സ്, can you see this? This is the picture of lotus. Lotus is a fixed aquatic plant. The leaves are coated with a wax-like substance. ഒരു വാക്സ് പോലത്തെ സബ്സ്റ്റൻസ് കൊണ്ട് ലോട്ടസിൻ്റെ ഒക്കെ ലീവ്സ് കവർ ചെയ്തിട്ടുണ്ട്, കോട്ട് ചെയ്തിട്ടുണ്ട്. സോ ദേ ഡു നോട്ട് റൂട്ട് ഇൻ വാട്ടർ. അതുകൊണ്ടാണ് അത് വെള്ളത്തിൽ താന്നു പോകാതെ കൊണ്ട് പൊങ്ങിക്കിടക്കുന്നത്. ഓക്കെ, examples of fixed plants are lotus and water lily. Fixed aquatic plantsന് എക്സാമ്പിൾ ആണ് വാട്ടർ ലില്ലിയും ലോട്ടസും. നെക്സ്റ്റ് ഈസ് അഡാപ്റ്റേഷൻസ് ഇൻ അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. അണ്ടർ വാട്ടർ പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദീസ് പ്ലാന്റ്സ് ഹാവ് നാരോ ലീവ്സ് വിത്തൗട്ട് എനി സ്റ്റൊമേറ്റ. അതായത് നാരോ ലീവ്സ് ആയിരിക്കും, സ്റ്റൊമേറ്റാസ് ഒന്നും കാണത്തില്ല. Water, nutrients and gases are absorbed directly from water through the leaves. അതായത് വാട്ടറും ന്യൂട്രിയൻസും ഗ്യാസസും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് വാട്ടറിൽ നിന്ന് ലീവ്സ് വഴി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഓഫ് അണ്ടർ വാട്ടർ പ്ലാന്റ്സ് ആർ പോൺവീഡ് ആൻഡ് ടേപ്പ് ഗ്രാസ്. അണ്ടർ വാട്ടർ പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് പോൺവീഡ് ആൻഡ് ടേപ്പ് ഗ്രാസ്. ഓക്കെ, these are the three types of aquatic plants. നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് duckweed and water hyacinth. And fixed aquatic plants are lotus and water lily, and underwater plants are pondweed and tape grass. Okay, next is adaptations in insectivorous plants. Okay, adaptations in insectivorous plants. Insectivorous plants eat insect. Have you heard about insectivorous plants? Insectivorous plants eat insect. Okay, their leaves are modified to catch or trap insect. അതായത് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഇൻസെക്റ്റിനെ ക്യാച്ച് ചെയ്യാനായിട്ട് മോഡിഫൈ ചെയ്താണ് ഇരിക്കുന്നത്. Venus flytrap. This is a picture of Venus flytrap. Can you see this? The leaves of Venus flytrap are like boxes with hinges. അതായത് ഇതിൻ്റെ ലീവ്സ് എങ്ങനെയാണ്? ഒരു ബോക്സ് പോലെയാണ് ഇരിക്കുന്നത്. The edges of the leaves have long hair. Can you see this? This is the long hair-like structure. Okay, long hair-like structure. When the insect touches the hair-like structure, the leaves snap shut like a box. അതായത് ഇൻസെക്റ്റ് വന്ന് ഈ ലീവ്സിൽ ഇരിക്കുമ്പോൾ, ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചറിൽ വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ ലീവ്സ് അങ്ങ് ക്ലോസ് ആകും, ഒരു ബോക്സ് പോലെ ക്ലോസ് ആകും. ദ ഇൻസെക്റ്റ് ഈസ് ട്രാപ്ഡ് ഇൻസൈഡ് ആൻഡ് ഈറ്റൻ ബൈ ദ പ്ലാന്റ്. അങ്ങനെ ഈ ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുകയും ചെയ്യും, ഈ പ്ലാന്റ് ഈറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് പിക്ചർ പ്ലാന്റ്. Picture plant. The leaves of the picture plant are shaped like a pitcher with a lid.
Okay, can you see this? This is the picture plant. Can you see this? The leaves of the picture plant are shaped like a picture with a lid. Then a lid. Can you see this? This is the lid. The leaves are colorful and attractive. They look like a flower and attract insect. The leaves are colorful. These leaves are colorful. This is a flower. To attract insect. Insect attract the colorful. Okay. The leaves also have nectar in them to bait insect. That leaves in nectar. As an insect goes inside the picture, the lid closes. That the insect accidentally a picture the lid closes. Then the lid close. Okay. Lid close insect trap. Okay. An insect goes inside the picture, the lid closes and the insect is trapped inside. Okay. These are insectivorous plants. There are two types of insectivorous plants. They are Venus flytrap. Two examples of insectivorous plants are Venus flytrap and picture plant. Okay. This is a picture of Venus flytrap. And this is the picture of picture plant. Okay. This much for today. You study well. We will meet in the next class. Thank you.